ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവാണ് മാറ്റം വരുത്തുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തൊട്ട് കഴിയുമ്പോൾ എത്രത്തോളം മാറ്റം വരുമെന്ന ഒരു ജീവിത അനുഭവ സാക്ഷ്യം നമ്മൾ തുടർന്ന് കേൾക്കുകയാണ്. ഈ സാക്ഷ്യം പങ്കുവെക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത് ദേവസ്യ ചേട്ടനാണ്. കോഴിക്കോട് ജില്ലയിൽ അടിവാരത്ത് താമസിക്കുന്ന ദേവസ്യ ചേട്ടൻ നീണ്ട വർഷങ്ങളോളം വലിയ മദ്യപാനത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന് ദൈവത്തിൽ നിന്നും അകന്നു കഴിഞ്ഞ വ്യക്തിയിൽ കർത്താവ് തൊട്ടതിൻ്റെ ജീവിതാനുഭവങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. കരങ്ങളടിച്ച് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വീകരിക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ അദ്ദേഹം തൻ്റെ ജീവിതാനുഭവങ്ങൾ, കർത്താവ് എങ്ങനെ ഒരു വ്യക്തിയെ തൊട്ടു എന്നുള്ള ജീവിതാനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും. ഒരു പ്രത്യേക കാര്യം കൂടെ, ഇദ്ദേഹം രണ്ട് കണ്ണിനും ഇദ്ദേഹത്തിന് കാഴ്ചയില്ല. ഈ സമയങ്ങൾ മുഴുവൻ സമയം കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹം ദൈവത്തിന് മഹത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ശ്രദ്ധാപൂർവം ദേവസ്യ ചേട്ടനിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം എന്തായിരുന്നു എന്നും എങ്ങനെയാണ് ഈശോ തൊട്ടതെന്നും എങ്ങനെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ മാറിയതുമെന്നുള്ള അനുഭവം നിങ്ങളുമായിട്ട് അദ്ദേഹം പങ്കുവയ്ക്കട്ടെ. ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങളുമായി എൻ്റെ കഴിഞ്ഞകാല ജീവിതം, അതും മദ്യപാനത്തിലൂടെയുള്ള ഒരു ജീവിതം, അത് എപ്രകാരമായിരുന്നുവെന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതാണ്ട് ഒരു 25 വർഷത്തോളം മദ്യത്തിന് അടിമയായി കഴിഞ്ഞ വ്യക്തിയാണ്. ഞാനിവിടെ നിൽക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, അവിടുന്ന് യെശയ്യ 5:11 പറയുന്നത് പോലെ അതിരാവിലെ ഉണർന്ന് മദ്യത്തിനു വേണ്ടി ഓടുകയും രാത്രിയിൽ മദ്യം കുടിച്ച് ഉന്മത്തരാകുന്നവർക്ക് ദുരിതം എന്ന് അവിടുന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അതിരാവിലെ മദ്യത്തിനു വേണ്ടി ഓടുമായിരുന്നു. രാത്രിയുടെ യാമങ്ങളിൽ മദ്യം കഴിച്ചുകൊണ്ട് ഉന്മത്തരായി ഉറക്കമിളച്ചിരിക്കും. അതെ, അങ്ങനെ ഉറക്കമിളച്ചിരുന്ന് മദ്യം കഴിക്കുന്നവർക്ക് ദുരിതം, ആ ദുരിതം എന്നെ പിടികൂടി. ആ ദുരിതമായിരുന്നു എൻ്റെ ജീവിതം മുഴുവനും. മദ്യം എങ്ങനെയാണ് ഞാൻ ആദ്യം കഴിക്കാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, ആദ്യമേ അല്പാൽപ്പം കള്ള് കുടിക്കുവാനായിട്ട് തുടങ്ങി. ഈ കള്ള് മധുരക്കള്ളായിരുന്നു ആദ്യമൊക്കെ കുടിച്ചുകൊണ്ടിരുന്നതെങ്കിൽ പിന്നീടത് വീര്യം കൂടിയ കള്ളത്, 2 ദിവസവും ഒക്കെ കഴിയുന്ന കള്ളുകൾ വിനാഗിരിയൊക്കെ പോലെ ആകുമ്പോഴാണ് അത് കഴിക്കുന്നത്. ആ കള്ളിന് ഒത്തിരിയേറെ വീര്യമുണ്ട്. മദ്യപാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ രംഗത്തിലൊക്കെ പറയുമ്പോൾ ഏതാണ്ട് മദ്യപാനത്തിൽ PhD ഡോക്ടർ കിട്ടിയെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും. അങ്ങനെ ഒരു PhD, അങ്ങനെ ഡോക്ടറേറ്റ് നിങ്ങളാരും കേട്ടിട്ട് കാണുകയില്ല. പക്ഷെങ്കിൽ മദ്യപാനത്തിൽ PhD വെക്കാം. മറ്റുള്ളവരിലൊക്കെ PhD വെക്കുന്ന പോലെ തന്നെ മദ്യപാനത്തിലും PhD എടുക്കാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അനേകം മദ്യങ്ങളെ കൂട്ടിക്കലർത്തി കുടിക്കും. നമ്മുടെ ബൈബിളിൽ വചനം പറയുന്നു, അനേകം പലതരം മദ്യങ്ങളെ കൂട്ടിക്കലർത്തി കഴിക്കുന്നവന് ദുരിതം. അതുതന്നെയായിരുന്നു എൻ്റെ ജീവിതം മുഴുവനും തന്നെ. പക്ഷെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കള്ള് കുടിച്ചിട്ടൊന്നും ആകുന്നില്ലല്ലോ. ഒരു മദ്യത്തിൻ്റെ ലഹരി നമുക്ക് ശരിക്കും അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കൂട്ടുകാരൊക്കെ പറയും നമുക്ക് പട്ട കഴിച്ചാൽ നല്ല ലഹരി കിട്ടും എന്നൊക്കെ. ചാരായമുള്ള കാലഘട്ടമാണ്. ചാരായം നിർത്തലാക്കിയിട്ടില്ല. പട്ട കഴിച്ചാൽ അപ്പോൾ പട്ടച്ചാരായമാണ്. ഇപ്പോൾ ഷാപ്പ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നേരം വിളിക്കുമ്പോൾ തന്നെ വചനം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങോട്ടാണ് എൻ്റെ ഓട്ടം. വൈകുന്നേരമാണെങ്കിലും മദ്യം ആവശ്യത്തിനുള്ളത് കൊണ്ടുവരും. വീട്ടിൽ വെച്ച് ഉറക്കമുളച്ചിരുന്ന് മദ്യം കഴിക്കും. അതുമാത്രമല്ല കേട്ടോ, കുടുംബാംഗങ്ങളെ, ഭാര്യയെയും
മക്കളെയും ഒക്കെ ചീത്ത വിളിക്കുന്നൊരു സ്വഭാവവും എനിക്കുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഷാപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചീട്ടുകളി കേന്ദ്രം. ചീട്ട് കളിക്കും, ചൂത് കളിക്കും, അതുപോലെ പടം കളിക്കുക, ഇങ്ങനെയുള്ള ദുശീലങ്ങളിലൊക്കെ കടന്നുപോയി. അപ്പോൾ ഇതെല്ലാം രാത്രിയുടെ ഏതെങ്കിലും യാമങ്ങളിൽ വീട്ടിൽ ചെന്ന് പറ്റും. അങ്ങനെ വീട്ടിൽ ചെന്ന് പറ്റിയാൽ എങ്ങനെയൊക്കെ എങ്കിലുമൊക്കെ വീട്ടിൽ ചെന്ന് പറ്റുന്നതാണ്. നമ്മളെ ആരെങ്കിലുമൊക്കെ കൊണ്ടുചെന്നെത്തിക്കും. കുടിച്ചു കഴിഞ്ഞാൽ ഈ കയ്യെ കൊണ്ടുപോകുന്ന കുപ്പികളൊക്കെ ചിലപ്പം വഴിയിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകും. പക്ഷേ കുപ്പി എന്ത് ചെയ്യടി എന്ന് ചോദിച്ചാണ് വീട്ടിൽ ചെല്ലുമ്പോൾ ജീവിത പങ്കാളിയോടുള്ള വഴക്ക്. അപ്പം ഞാൻ ആദ്യകാലത്ത് പാലായിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ഇപ്പോൾ അടിവാരത്താണ്. പാലായിൽ നിന്ന് എനിക്കൊരു അല്പം സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിറ്റ് ഞാൻ ഈ മലബാറിലേക്ക് കുടിയേറി. വിറ്റ് അതിൻ്റെ വീതം നേരത്തെ തന്നേരെ എന്ന് പറഞ്ഞ് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയുടെ വീതങ്ങളൊക്കെ വാങ്ങി. എൻ്റെ ഫാദർ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. അതുകൊണ്ട് എനിക്കാരെയും പേടിക്കാനില്ല, എനിക്ക് തൻ്റെ ഇടമായിട്ട് നടക്കുവാൻ സാധിക്കും എന്നൊരു വെപ്പ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. എൻ്റെ 2 സഹോദരികളാണ് എനിക്കുള്ളത്, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സഹോദരികളെ ഒക്കെ കല്യാണം കഴിച്ച് വിട്ടു. പിന്നെ പോയിട്ട് അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞാലൊന്നും ഞാൻ അനുസരിക്കുകയില്ല. മദ്യമൊക്കെ കഴിച്ച് വെച്ച് വന്നാൽ അമ്മയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അമ്മ പിന്നെ ഒന്നും മിണ്ടാതായി. അങ്ങനെ മദ്യം കഴിച്ച് ഞാൻ ഏതെങ്കിലും രാത്രിയുടെ യാമങ്ങളിൽ 3 മണിക്കോ വെളുപ്പിന് 2 മണിക്കോ ഒക്കെ വന്ന് കിടക്കും. ഈ കിടന്നു കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോഴേ വീണ്ടും എഴുന്നേറ്റ് പോകും. അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാനൊരു 5-6 മാസത്തേനും മദ്യമൊന്നും കഴിക്കാതെ ഒരു കല്യാണത്തെക്കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ ആലോചിച്ചു. കല്യാണം കഴിപ്പിച്ചു കൊടുത്താൽ ഇവൻ നന്നാകും, ഇവൻ രക്ഷപ്പെടും. അതായിരുന്നു എൻ്റെ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു. നീ ഒരു 6 മാസത്തേനെങ്കിലും കുടിക്കരുതേ എന്ന് പറഞ്ഞങ്ങനെ 5-6 മാസം ഞാൻ എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ചിരുന്നു. കുറേശ്ശെയൊക്കെ കഴിക്കും, ഓവറായിട്ടൊന്നും കഴിക്കാതെയൊക്കെ ഇരുന്ന് അങ്ങനെ ഞാൻ കല്യാണം ആലോചിച്ചു. പല കല്യാണങ്ങളും ആലോചിച്ചു. ചില വ്യക്തികൾ പറഞ്ഞു അവൻ കുടിയനാണ്, അതുകൊണ്ട് എനിക്ക് പെണ്ണിനെ കൊടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഞാൻ അത് കഴിഞ്ഞ് വന്ന് കാഞ്ഞിരപ്പള്ളി ഭാഗത്തുനിന്നൊരു കല്യാണം. ഈ കല്യാണത്തിന് എൻ്റെ ജീവിത പങ്കാളി സമ്മതിച്ചു, അവരുടെ വീട്ടുകാർ സമ്മതിച്ചു. കാരണമുണ്ടതിന്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് 3-4 പെൺപിള്ളേരുണ്ട്. അപ്പോൾ അവരുടെ ഫാദറും അല്പമൊക്കെ കഴിക്കും. പക്ഷെ ഞാൻ കഴിക്കുന്നൊന്നും അവർക്കറിയത്തില്ല. എങ്കിലും എനിക്ക് അങ്ങനെ ജീവിത പങ്കാളിയെ തരുവാനായിട്ട് അവർ തയ്യാറായി. ഞാൻ ജീവിത പങ്കാളിയായിട്ട് ഒരുമിച്ച് താമസിച്ചു ഏതാണ്ട് 6 മാസത്തോളം. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പഴയ നിലയിലേക്ക് തുടർന്നു. പഴയ നിലയിലേക്ക് തുടർന്ന് പറഞ്ഞാൽ പഴയ നില മാത്രവുമല്ല, അന്നേരം ഏതാണ്ട് കയ്യിലെ കാശുകളൊക്കെ തീർന്നു. കയ്യിലെ കാശൊക്കെ കുടിയന് ഒരു കാരണവശാലും മദ്യപാനിക്ക് പണം കയ്യിലിരിക്കുകയില്ല. എത്ര കിട്ടിയാലും അത് അപ്പോൾ തന്നെ തീർന്നിരിക്കും. അതല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാവും, അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഗ്രേഡ് കൂടിയ ഷാപ്പുകളിലേക്കോ അതല്ലെങ്കിൽ ബാറിലേക്കോ ഒക്കെ പോയി എങ്ങനെയെങ്കിലും അത് തീർക്കണം. അതാണ് ഒരു മദ്യപാനിയുടെ ചിന്ത. അതിലൂടെ കടന്നുപോയി ഞാൻ മദ്യം കഴിക്കുവാനായിട്ട് പണമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയെ സമീപിച്ച് അവൾക്കല്പം സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സ്വർണ്ണത്തേലായി എൻ്റെ കണ്ണ്. അന്നൊക്കെ എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു പക്ഷേ ഓർക്കും കണ്ണില്ലാത്തവൻ എങ്ങനെയായിരുന്നു ഇത് കണ്ടതെന്ന്. അന്നൊക്കെ എനിക്ക് കണ്ണിന് കാഴ്ചയുണ്ട്. അപ്പോൾ ഈ വള ഒരെണ്ണം ആദ്യം വാങ്ങി സന്തോഷത്തോടെയൊക്കെ ഊരി തന്നു. അതുകൊണ്ടുപോയി ഞാൻ പണയം വെച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഞാൻ നേരെ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരാഴ്ച അതും കൊണ്ട് കഴിഞ്ഞു. 2-ാമത്തെ ആഴ്ച 2-ാമത്തെ വള ചോദിക്കുന്നു. ഈ 2-ാമത്തെ വള ചോദിച്ച് അതും എനിക്ക് ഊരിത്തന്നു.
അപ്പം ഞാൻ പല ദിവസം പറയും വീട്ടിൽ അരി വാങ്ങണ്ടേ, സാധനമൊക്കെ വാങ്ങണ്ടേ, കാശുണ്ടോ? ഇല്ല. അതുകൊണ്ടെന്നാ ഇത് കൊണ്ടുപോയി വാങ്ങിച്ചുകൊണ്ട് പോയെന്ന് എന്ന് പറഞ്ഞ് അത് വാങ്ങി അതും തരും. അതും കൊണ്ട് ഞാൻ പോകും. എന്തെങ്കിലുമൊക്കെ അല്പമൊക്കെ വീട്ടിലേക്ക് വാങ്ങും. ബാക്കി മുഴുവനും ഞാൻ ബാറുകളിലോ ഷാപ്പുകളിലോ പട്ടച്ചാരായ ഷാപ്പുകളിലോ ഒക്കെ കൊടുത്ത് അതും ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തീർക്കും. അങ്ങനെ പല പ്രാവശ്യമായി പല വളകൾ ഊരി. ഈ വളകളെല്ലാം ഊരി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് കുറച്ച് റബ്ബറുണ്ടായിരുന്നു. ഈ റബ്ബർ ഞാൻ ഷോട്ടർ വെട്ടാൻ പോലും ആകാത്ത റബ്ബർ തൈമരം ഞാൻ കുടിക്കാൻ കാശില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഒരാളിനെ വിളിച്ചു കൊണ്ടുവന്ന് അവൻ പറഞ്ഞ വിലയ്ക്ക് ഞാൻ ഷോട്ടർ കൊടുക്കുകയാണുണ്ടായത്. പിന്നീടുള്ള കാലം എനിക്ക് ജീവിക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. ആ ഷോട്ടർ കൊടുത്ത പൈസ ഏതാണ്ടൊരു 5-6 മാസത്തേക്ക് അത് ഞാൻ ഷാപ്പുകളിലും ചീട്ടുകളിലും ഒക്കെയായി അത് തീർത്തു. പിന്നീട് എനിക്ക് ജീവിക്കാനായിട്ട് ഞാൻ നോക്കുമ്പോൾ യാതൊരു മാർഗവും കാണുന്നില്ല. ഈ കാലഘട്ടങ്ങളിൽ എൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഞാൻ ആ കുഞ്ഞിനെ ഒന്ന് കാണുവാനൊക്കെ എനിക്ക് കണ്ണുണ്ടെങ്കിൽ എനിക്ക് ബോധമില്ല. ഞാൻ സുബോധത്തോടെയല്ല വൈകുന്നേരം വരുന്നത്. വെളുപ്പിനെയാണെങ്കിൽ പോലും എനിക്ക് എൻ്റെ ലഹരി വിട്ട് മാറിയിട്ടില്ല. കാരണം രാത്രി ഒരു 3 മണി വരെയൊക്കെ ഞാൻ മദ്യം കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ജീവിത പങ്കാളിയെയും ജീവിത പങ്കാളിയുടെ വീട്ടുകാരെയും ഒക്കെ തെറി വിളിച്ചു കൊണ്ടിരിക്കും. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നത്, മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വഴിയിൽ കാണുന്ന ആരോടെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കണം, അതല്ലെന്ന വരിയിൽ വീട്ടിൽ വന്നെങ്കിലും വഴക്കുണ്ടാക്കണം. അത് വഴക്കുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊരല്പം ചെറുപ്പകാലത്ത് അല്പം കായികാഭ്യാസം ഒക്കെ തുടങ്ങി വെച്ചായിരുന്നു. ഒന്ന് പൂർത്തിയാക്കിയിട്ടൊന്നുമില്ലല്ലോ. അല്പം അതിൻ്റെ ഒരു അഹങ്കാരം എൻ്റെ മനസ്സിലുണ്ട്. ആര് വന്നാലും എന്നെയൊന്നും ചെയ്യയില്ല, എനിക്കൊന്നും പേടിയില്ല. അങ്ങനെയൊക്കെയുള്ള ആ ചിന്താഗതിയിലൂടെ കടന്നുപോയ ആ കാലഘട്ടങ്ങളായിരുന്നു എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങൾ. അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ജീവിത പങ്കാളിയുടെ കഴുത്തിലൊരു മാല കിടപ്പുണ്ട്. നോക്കുമ്പോൾ ആ മാലയിലാണ് എൻ്റെ പിടുത്തം. അപ്പോൾ വീണ്ടും അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. മാലയൊന്നും കിട്ടിയില്ല. ചോദിച്ചപ്പോൾ ആ മാല വളയല്ല, എന്തിയെ അതെല്ലാം പണയം വെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ വള മൊത്തം വിറ്റു എന്ന് ഞാൻ പിന്നീടൊരവസരത്തിൽ പറഞ്ഞു. വള മുഴുവനും വിറ്റുപോയി, എടുക്കാൻ നിവർത്തിയില്ല. അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ താലിമാല ചോദിച്ചപ്പോൾ അത് തരുവാനായിട്ട് അല്പം മടിച്ചു. അപ്പോൾ പിന്നീട് എനിക്ക് പണമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ബ്ലേഡ് പലിശക്കാരൻ്റെ അടുത്ത് കൂടി. ബ്ലേഡ് പലിശ എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് 10 രൂപ വെച്ച് പലിശ കൊടുക്കണം. അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ 10,000-ഉം 10,500-ഉം ഒക്കെ മേടിക്കും. അങ്ങനെയായി അതൊരു വലിയ തുകയായി മാറി. അന്നേരം ആ തുകയായി മാറിക്കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാൻ പിന്നെ നിവർത്തിയില്ല. അപ്പോൾ ഇതിനോടെ കൊണ്ട് എനിക്കെൻ്റെ 2ാമത്തെ കുഞ്ഞും ജനിക്കുന്നു. അപ്പം ഞാൻ കുഞ്ഞുങ്ങളെ വാസ്തവത്തിൽ കയ്യിലെടുക്കാനോ ഒന്നും ഞാൻ പോകുകയില്ല. എൻ്റെ ജീവിതം പട്ടഷാപ്പിൽ വീട്ടിൽ വരുന്നെങ്കിൽ അതേ സമയം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയായിട്ട് വഴക്ക് കൂടും, തെറി വിളിക്കും, ചീത്ത വിളിക്കും. ഈ ഒരു പ്രവണത. ചീത്ത വിളിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ 10 പേരോ 50 പേരോ കേൾക്കണമെന്നാണ് എൻ്റെ ചിന്ത. അതിനെനിക്കൊരു വലിയ കടപ്പിലാവുണ്ടായിട്ട് എനിക്ക് വലിയ കടപ്പിലാവിൻ്റെ മണ്ടേ കയറിയിരുന്നാണ് ഞാൻ ഈ ചീത്ത വിളിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ എനിക്കൊരു വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നത്, ഈ കുടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ യാതൊരു കാരണമില്ലെങ്കിലും ഇതിന് ഉപ്പില്ല, അല്ലെങ്കിൽ ഇതിന് മുളകില്ല എന്ന് പറഞ്ഞ് ഭക്ഷണപാത്രങ്ങൾ എടുത്ത് എറിയുന്നൊരു സ്വഭാവം. കഞ്ഞിക്കലവും മറ്റുമൊക്കെ എടുത്ത് അടുത്ത പറമ്പിലേക്ക് എറിയും. അങ്ങനെ എറിയുന്ന ദിവസങ്ങളൊന്നും വീട്ടിലാർക്കും കഞ്ഞിയുണ്ടാകുകയില്ല, ഭക്ഷണമുണ്ടാകാതെയില്ല. പക്ഷെ ഞാൻ അന്നേരം പട്ടിണി കിടക്കുകയില്ല. ഞാനെന്ത് ചെയ്യും? ഞാൻ ഈ ലഹരിയുടെ പുറത്ത് ഞാൻ തെങ്ങിൻ്റെ മണ്ടയിൽ കയറും. അതും ത്രായ്പ് പോലും ഇല്ലാതെ രാത്രിയിൽ തെങ്ങിൻ്റെ മണ്ടയിൽ കയറും, കരിക്കിടും, കരിക്ക് വെട്ടി കുടിക്കും. ദൈവം എന്നെ താങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ
ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ദൈവത്തിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം എന്നെ എൻ്റെ കൈവിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീടുള്ള കാലഘട്ടങ്ങൾ അങ്ങോട്ട് പോയാൽ ഞാൻ എൻ്റെ ഈ രണ്ടാമത്തെ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ പ്രസവത്തിന് വേണ്ടി കാഞ്ഞിരപ്പള്ളിക്ക് പോയി. കാഞ്ഞിരപ്പള്ളിക്ക് പോയ നേരത്തിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ സ്ഥലം അങ്ങ് കൊടുക്കുവാനുള്ള ഒരു പദ്ധതി ഇട്ടു. ഈ സ്ഥലം മേടിക്കുവാനായിട്ട് ലോട്ടറി വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വെറും ഭൂമിയാണ്. വെറും ഭൂമി ആരും വാങ്ങുകയില്ല. വെറും ഭൂമി ആരും വാങ്ങാത്തൊരവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു വില കിട്ടിയാൽ കൊടുക്കാമെന്നായി. അപ്പോൾ ഈ വെറും ഭൂമി വന്ന് വില പറഞ്ഞ വ്യക്തിക്ക് ആര് വില പറഞ്ഞാലും അങ്ങ് കൊടുത്തു. പിന്നീട് ചോദ്യമില്ല, അത് നീ എടുത്തു എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കുറേ നാളുകൾ ആ ഭൂമി വിറ്റ പണം കൊണ്ട് മദ്യപാനത്തിലൂടെ കടന്നുപോയി. പക്ഷെങ്കിൽ ബാങ്കിൻ്റെ കടവും ഈ ബ്ലേഡ് പലിശക്കാരൻ്റെ കടവും തീർത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചരായ് ഷാപ്പിലും കൊടുക്കാൻ വെറും 5000 രൂപയേ ഉള്ളൂ. ഈ 5000 രൂപ വെച്ചേക്കുന്നില്ലിത് ഒരാഴ്ച 1.5 ആഴ്ച കഷ്ടിച്ചുണ്ടായി. അതുകൊണ്ട് ഈ 5000 രൂപയും കുടിച്ച് ഞാൻ തീർത്തു. പിന്നീട് എൻ്റെ കയ്യിലൊന്നുമില്ല. പിന്നെ ഞാൻ വഴിയിലേക്കൊക്കെ ഇറങ്ങി ഓരോരുത്തരോട് പൈസ വാങ്ങും. അതെല്ലാം കൃത്യമായിട്ട് തന്നെ തിരിച്ചു കൊടുക്കും. എന്ത് നഷ്ടം വന്നാലും പണം ഞാൻ തിരിച്ചു കൊടുക്കും കൃത്യമായിട്ട്. അതുകൊണ്ട് എനിക്ക് പണം കിട്ടാൻ വിഷമമില്ല. അല്ലെങ്കിൽ ഒരു മദ്യപാനിക്ക് മദ്യം കിട്ടാനായിട്ട് വലിയ വിഷമങ്ങളൊന്നുമില്ല. കാരണം 1 കിലോ അരിക്ക് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൊടുക്കുകയില്ല. അതേസമയം മദ്യത്തിന് വേണ്ടി പണം ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമില്ലായ ഒന്നെങ്കിലും മദ്യം അവർ വാങ്ങിയെങ്കിലും കൊടുക്കും. അത് ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ മദ്യപാനി കീറത്തുണി ഉടുക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടുത്തിരുന്നതും കീറത്തുണി തന്നെയാണ്. എനിക്ക് വസ്ത്രം പോലും ഇല്ലായിരുന്നു. അതുപോലെ മദ്യം കലഹക്കാരനാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ എൻ്റെ ഒരു വലിയ ഹോബിയായിരുന്നു മദ്യം അടിച്ചു കഴിഞ്ഞാൽ കലഹമുണ്ടാക്കണം. ആരോടും കലഹമുണ്ടാക്കണം. ആരോടൊന്നുമില്ലെങ്കും വഴിയിലെങ്ങും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീട്ടിലുണ്ടാക്കും. വഴിയിലുണ്ടാക്കുന്നതിനൊക്കെ പിറ്റേ ദിവസം പഞ്ചായത്ത്, അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കേസ്, അതല്ലെങ്കിൽ കോടതി, അതൊന്നും അല്ലെങ്കിൽ പഞ്ചായത്താക്കും. പഞ്ചായത്താക്കുന്നതിന് നല്ലൊരു പൈസ നഷ്ടമുണ്ട്. അങ്ങനെയൊക്കെയാണ് അവൻ്റെ നഷ്ടം. ഏതെങ്കിലും കടയിൽ കയറി കടയിലെ സാധനങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ആ നഷ്ടങ്ങൾ അതിൻ്റെ 10 ഇരട്ടി നഷ്ടം വാങ്ങും. അവൻ തന്നെ എന്തെങ്കിലും തല്ലിപ്പൊടിച്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുഴുവൻ നഷ്ടം നമ്മൾ തിരിച്ചു കൊടുക്കണം. മദ്യപാനി അറിയുന്നില്ല ഇതെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം. ആ ഒരു നിലപാടിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കുറച്ച് നാൾ കൂടെ അങ്ങനെ കടന്നുപോയി. നേരത്തിന് എനിക്ക് എൻ്റെ 3ാമത്തെ കുഞ്ഞ് ജനിക്കുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്നും ഇല്ലെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിലൊക്കെ ഞാൻ മദ്യമടിച്ച് എൻ്റെ വരുന്ന സമയങ്ങളിലൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഉരുണ്ട് വീണ് എൻ്റെ കാലിൻ ഒക്കെ മടിയുകയും കാലിൻ്റെ കുഴ തെറ്റുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പം ഒരു 2 ദിവസം അല്ലെങ്കിൽ വീട്ടിൽ കാണും. ഈ 2 ദിവസം മാത്രം വീട്ടുകാർക്ക് സ്വൈരത്തിലൂടെ കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല. ഉറക്കമിളച്ച് മദ്യം കഴിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതുതന്നെയാണ് എൻ്റെ സ്വഭാവം. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ 2 ദിവസം 3 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. എന്നാ കാല് പഠിച്ചു പറഞ്ഞ് 2-3 ദിവസം. അത് കഴിയുമ്പോൾ വീണ്ടും ഈ മദ്യമെന്ന് പറയുന്നത് സ്പിരിറ്റാണ്. സ്പിരിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേദനയൊന്നുമില്ല. ചാരായം ഇങ്ങനെയുള്ളതൊന്നും വെള്ളം ചേർക്കാതെ ഞാൻ കഴിക്കും. അതുപോലെ കള്ള്, പട്ട, ബ്രാൻഡി, അല്ലെങ്കിൽ നാടൻ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിക്കലർത്തി അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ കഴിച്ചാൽ കൂടുതൽ കൂടുതൽ ലഹരി കിട്ടുമെന്നുള്ളതാണ് ആ ഒരു ചിന്താഗതിയാണ്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയാണ് മനസ്സിലുള്ളത്. അതുകൊണ്ട് വെള്ളം ചേർക്കാതെ കഴിക്കുന്നത് ലഹരി കൂടുതൽ കിട്ടാൻ വേണ്ടി. അത് കഴിഞ്ഞാൽ ഒത്തിരി കുറേ പുകല കൂട്ടി മുറുക്കുക, സിഗരറ്റ് വലി എന്ന് വേണ്ട ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ കാലഘട്ടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഈ ജീവിത പങ്കാളി ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നു പോകും. മക്കളെ
ഒക്കെ നോക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി വീട്ടിൽ നിന്നൊരു പശുവിനെ വാങ്ങി. പശുവിനുള്ള കാശ് കൊടുത്ത പശുവിനെ വാങ്ങി. അങ്ങനെ ജീവിച്ചോട്ടെ. അങ്ങനെ ആ പശുവിനെ വാങ്ങി ഈ പശുവിൻ്റെ പാല് വിറ്റ് ഒക്കെ ജീവിക്കാനായിട്ടായി. റബ്ബറും പോയി, പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഈ പശുവും പാല് കറന്നിട്ട് കൊടുക്കുന്ന അപ്പം അതുകൊണ്ട് സ്റ്റോറിൽ പോയാൽ സാധനങ്ങൾ ഇഷ്ടം പോലെ കിട്ടും. സ്റ്റോറിൽ പോയിട്ട് പലചരക്ക് സാധനങ്ങൾ ഇഷ്ടം പോലെ വീട്ടിൽ വാങ്ങിക്കും. ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കാശ് കിട്ടും. അവിടുന്ന് കാശെടുത്ത് ഞാൻ മദ്യപാനത്തിന് ഉപയോഗിക്കും. എനിക്ക് തികയാതെ വന്നു കഴിഞ്ഞാൽ സ്റ്റോറിൽ നിന്ന് പഞ്ചസാരയോ അല്ലെങ്കിൽ അതുപോലെ മറ്റു പലചരക്ക് സാധനങ്ങൾ വാങ്ങി അടുത്ത കടയിൽ കൊണ്ട് കൊടുത്തിട്ടല്ലേ അവരിൽ നിന്ന് കാശ് വാങ്ങി പോയി മദ്യം കഴിക്കുമായിരുന്നു. അപ്പോൾ ജീവിത പങ്കാളി പശുവിനെയൊക്കെ വളർത്തി അങ്ങനെ ജീവിക്കുന്ന കാലഘട്ടങ്ങൾ ഞാൻ പശു എനിക്ക് എന്തെങ്കിലും ഒരു കുടിച്ച് വെള്ളം ഇങ്ങനെ ഒരുപാട് മദ്യമൊക്കെ അഴിച്ചിട്ട് വരുമ്പോഴാണെങ്കിൽ പശുവിനെ കറക്കുകയാണെങ്കിൽ ആ പാലൊക്കെ എടുത്ത് ഞാൻ ദൂരേക്ക് കളയും. പാല് ബക്കറ്റോടെ എടുത്ത് ചാണകക്കൂട്ടിലേക്ക് ഒഴിക്കുക. ഇതൊക്കെ എനിക്കൊരു വലിയ രസമായിട്ടാണ് അന്നേരം തോന്നുന്നത്. പക്ഷെങ്കിൽ ഇതെല്ലാം ചെയ്താനുള്ള കാരണം തിന്മയുടെ സ്വാധീനമായ സാത്താൻ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. മദ്യമെന്ന് പറഞ്ഞാൽ തന്നെ സാത്താൻ്റെ വീഞ്ഞ് എന്നാണ് അതിന് പറയുന്നത്. എങ്കിൽ സാത്താൻ നമ്മളുടെ കൂടെ ഉണ്ടപ്പോൾ നമുക്ക് ഇരട്ടി ശക്തിയാണ്. ഈ മദ്യം കൂടെ കഴിച്ച് കഴിയുമ്പോൾ പറയണ്ട. അതുകൊണ്ട് തന്നെയാണ് ഒരു ആന വന്നാലും പിടിച്ചു കെട്ടാമെന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത്, നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. പക്ഷെങ്കിൽ ആരെങ്കിലും വന്ന് മര്യാദയ്ക്ക് നമ്മളെ ഒന്ന് ഊതിയാൽ നമ്മളപ്പം തന്നെ താഴെ വീഴും. അതുകൊണ്ട് ഈ വഴക്കിനും തല്ലിനും ഒക്കെ പോയാലും കുറേ അങ്ങോട്ട് കൊടുക്കുന്നതിൽ ഇരട്ടി ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളതൊന്നും അറിയുന്നില്ല. നമ്മുടെ ശരീരം ഇതെല്ലാം വഹിച്ചുകൊണ്ടിരിക്കുക. കാരണം മദ്യമാണ് ഇതിനകത്തുള്ളത്. മദ്യം കഴിച്ചു കഴിയുമ്പോൾ നമ്മളിതൊന്നും അറിയില്ല, ബോധമില്ല. ബോധമുണ്ടെങ്കിൽ തന്നെയും ശരിക്കും ബോധത്തോടെയുള്ള ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളല്ലിത്. എന്നാൽ ഇതെല്ലാം ഒരു പരിധി വരെ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. ഞാൻ ചില സമയങ്ങളിലൊക്കെ മദ്യം കഴിച്ചിട്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ വരുന്നത് എങ്ങനെയാണ്? തുണിയൊക്കെ ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ ഉടക്കി കിടക്കും. വീഴുമ്പോഴത് വീണ് കഴിയുമ്പോഴന്നൊക്കെ ഈ വഴി സൗകര്യം ഇത്രയും പോലെ ഇല്ല. ഞാൻ മലബാറിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ മലബാറിലൊക്കെ ഇത്രയും വഴി സൗകര്യമില്ല. ഞാൻ വരുന്ന വഴി കുറ്റിക്കാടുകളൊക്കെ ഉണ്ട്. ഈ കാടുകളിൽ എവിടെയെങ്കിലും ഈ വഴി തുണിയൊക്കെ ഉടക്കി കിടന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ മദ്യക്കുപ്പി അവിടെ ചിലപ്പോൾ പോകും. ഞാൻ വീട്ടിലേക്ക് അണ്ടർവെയർ മാത്രം ഇട്ടുകൊണ്ട് കയറി ചെന്നുകൊണ്ട് എൻ്റെ ഭാര്യയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ തുണി എവിടെയെന്ന് ചോദിച്ചു. പിറ്റേ ദിവസമാണ് ആൾക്കാർ പറയുന്നത് ഇതാ തുണി കിടക്കുന്നു. അന്നേരമാണ് എൻ്റെ തുണിയും അവിടുന്ന് എനിക്ക് മദ്യക്കുപ്പിയും ഒക്കെ കിട്ടുന്നത്. പിന്നെ മദ്യക്കുപ്പി നീ എടുത്ത് ഒളിപ്പിച്ച് വെച്ചോ എന്ന് ചോദിച്ച് ഞാൻ വഴക്കുണ്ടാക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ മദ്യക്കുപ്പിയൊക്കെ വഴിക്ക് എവിടെയെങ്കിലും പോയതായിരിക്കാം. അങ്ങനെയുള്ള ഒരു ഇതിലേക്കൊക്കെ കടന്നുപോയി എൻ്റെ ജീവിതം. പക്ഷെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ആ കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നുപോയി. ആ വേദനയിലൂടെ കടന്നുപോയി മക്കളൊക്കെ ഏതാണ്ട് അടുത്തെവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് വായിച്ച് അവരെ ഏതാണ്ടൊക്കെ ഒരു നിലയിലേക്കൊക്കെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ അടുത്ത് ഞാൻ വീട്ടിലിരുന്ന് വായിക്കാൻ സമ്മതിക്കില്ല. പിള്ളേരുടെ പുസ്തകമൊക്കെ ഒരു നിമിഷങ്ങളെടുത്ത് ചുട്ടി കളഞ്ഞ സമയങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എനിക്ക് വേറൊരു ഹോബി ഉണ്ടായിരുന്നേ, മദ്യം കഴിച്ച് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വീട്ടിലെ നശിപ്പിക്കുക. ഭാര്യയോടുള്ള ദേഷ്യമാണ്. ഉള്ളിൽ കിടക്കുന്ന മുഴുവൻ ഭാര്യയോടുള്ള ദേഷ്യമാണ്. ഈ ദേഷ്യം എന്ന് പറയുമ്പോൾ ഞാൻ പല പ്രാവശ്യവും വീട്ടിൽ കിടക്കുന്ന കോഴിയെ പിടിച്ച് കൊല്ലും. കോഴിയെ പിടിച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കോഴിയെ തിന്നാൻ സമ്മതിക്കത്തില്ല. ഒന്നെങ്കിൽ അതിനെ മണ്ണിനടിയിലേക്കിട്ട് മണ്ണ് വാരി വിതറി അതിനെ കുഴിച്ചിടും. അത് ഒരെണ്ണമൊന്നുമല്ല, 3, 4, 5 കൈ കിട്ടുന്നത് പോലെ എൻ്റെ ദേഷ്യം തീരുന്നിടം വരെ കോഴിയെ കൊന്നുകൂട്ടും. ഈ കോഴിയുടെ മുട്ടയൊക്കെ വിറ്റൊക്കെയാണ് ഒരു പരിധിവരെ പിള്ളേർ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഓരോ മുട്ട 2 മുട്ടയൊക്കെ പിള്ളേരുടെ കയ്യിൽ എടുത്തു കൊടുത്തിട്ടൊക്കെയാണ് പിള്ളേർ അന്ന് സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എന്നൊക്കെ 25 പൈസയൊക്കെയാണ് കിട്ടുന്ന ഒരു മുട്ടയ്ക്ക് 10 പൈസയും ഒക്കെ. അങ്ങനെയൊക്കെയാണ് ആ കാലഘട്ടങ്ങളിൽ. ഞാൻ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു വള ചോദിച്ചപ്പോഴാന്ന് തോന്നുന്നു, എന്തോ ഒരു മടി പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മുമ്പ് പറഞ്ഞ ബ്ലേഡുകാരൻ്റെ അടുത്ത് ചെന്ന് കാശ് വാങ്ങി ഇഷ്ടം പോലെ കുടിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ വന്ന വഴി തന്നെ എൻ്റെ ഭാര്യയെ തലമുടിക്കുത്തിന് പിടിച്ച് തലമുടി കയ്യേൽ ചുറ്റി, തലമുടി ഈ കയ്യേൽ ചുറ്റിയുണ്ട്. ഇന്ന് കാണുന്നതല്ലേ കുറച്ച് മുടിയൊക്കെ ഉള്ള, അന്നത്തെ കാലത്ത് മുടി കയ്യേൽ ചുറ്റാൻ മാത്രമൊക്കെ ഉണ്ടായിരുന്നു. കയ്യേൽ മുടി ചുറ്റിക്കഴിഞ്ഞാൽ അവരെങ്ങോട്ടും പിന്നെ പോവുകയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ദേഷ്യം തീരുന്നതിനം വരെ ഞാൻ അടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വിട്ടു. അപ്പം അങ്ങനെ ഒത്തിരിയേറെ പ്രണയങ്ങളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളായിരുന്നു അന്നെൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ ഇതെല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ദൈവം ഒത്തിരിയേറെ കൃപ കൊടുത്തു. ഇന്നൊക്കെയുള്ള ജീവിത പങ്കാളികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു നിസ്സാര കാരണം മതി, എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാരണം, ഒരു കൂട്ടാൻ കരിഞ്ഞു പോയാൽ മാത്രം മതി, ഉടനെ വിവാഹബന്ധം വേർപെടുത്തി. പക്ഷെങ്കിൽ ഒത്തിരിയേറെ കൃപ ദൈവത്തിൽ നിന്നുണ്ടായിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ജീവിത പങ്കാളിക്ക് അങ്ങനെയൊന്നും തോന്നാത്തത് കൊണ്ട് എനിക്കിന്നൊരു ജീവിതമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും അങ്ങനെ കടന്നുപോയി കാലഘട്ടങ്ങൾ. ഈ കാലഘട്ടങ്ങളിൽ എനിക്കെൻ്റെ മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കുന്നു. ഈ മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒത്തിരിയേറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്, സാമ്പത്തികമില്ല, ആശുപത്രിയിൽ പോകാൻ നിവൃത്തിയില്ല. ഞാനെന്നായാലും അടിവാരം സിറ്റിയിൽ മദ്യം കഴിച്ച് നല്ല ലഹരിയുടെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഒരു ജീപ്പ് വിളിച്ച് എൻ്റെ ജീവിത പങ്കാളിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി പറഞ്ഞു, താമരശ്ശേരി കയറ്റും പറഞ്ഞു, ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്, അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ഉടനെ അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. മെഡിക്കൽ കോളേജിലേക്ക് പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് ഓപ്പറേഷൻ പെട്ടെന്ന് നടന്നു. ഏതായാലും അവർ കുഞ്ഞിനെ കാണിക്കുകയില്ലെന്ന് പറഞ്ഞു. കുഞ്ഞിനെ കാണണമെങ്കിൽ ഈ സമയം പൂർത്തിയായിട്ടില്ലായിരുന്നു, അതിന് മുമ്പുണ്ടായ കുഞ്ഞാണ്, അതുകൊണ്ട് കാണിക്കണമെങ്കിൽ 24 മണിക്കൂർ കഴിയണമെന്ന്. ഇപ്പോൾ എൻ്റെ ലഹരി വീട്ടിൽ ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ കാണണം. ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഇപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി അവരോട്. ഉടനെ അവർ സെക്യൂരിറ്റിക്കാരൊക്കെ ഇറങ്ങി വന്ന് പറഞ്ഞു സാധ്യമല്ല, അങ്ങോട്ട് കയറിപ്പോകാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വീണ്ടും അവിടുന്ന് ഞാൻ മദ്യഷാപ്പിലേക്കെല്ലാം പോയി മദ്യമൊക്കെ കുടിച്ച് ഞാൻ പിറ്റേ ദിവസം കുഞ്ഞിനെ കണ്ടു. അത് കഴിഞ്ഞ് കുഞ്ഞുമായി ഒരു 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് മദ്യം കഴിക്കാനായിട്ട് കാശില്ലാതെ വന്നപ്പോൾ മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഈ കഴുത്തെ കാണുന്ന താലിമാല അവസാനം അവശേഷിച്ചിരിക്കുന്നു. ഈ താലിമാലയിലേക്കായി പിന്നെ എൻ്റെ കണ്ണ്. ഈ താലിമാല കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരിയേറെ ശ്രമിച്ചു, കിട്ടിയില്ല. അപ്പോൾ താലിമാല മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് മുഴുവനും നിങ്ങൾ സ്വർണം നശിപ്പിച്ച് കളഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒത്തിരിയേറെ എന്നെ വേദനിപ്പിച്ചു. ഞാൻ പോയി മദ്യം കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഈ സാരി ഉടുത്തിരിക്കുന്ന കാലമാണ്. സാരി എൻ്റെ കയ്യിൽ പിടുത്തം കിട്ടിയപ്പോൾ സാരി കഴുത്തേൽ ചുറ്റി, എന്നാൽ കൊന്നുകളഞ്ഞേക്കാം എന്നുള്ള അവസ്ഥയിൽ, മനസ്സിലങ്ങനെയൊക്കെ തോന്നിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു അവസ്ഥയിലേക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ കരച്ചിൽ കേട്ട് അയൽവക്കത്തു നിന്നൊക്കെ ആൾക്കാർ ഓടിക്കൂടി. അങ്ങനെ അയൽവക്കത്തു നിന്ന് ആൾക്കാർ ഓടിക്കൊന്ന് അങ്ങനെ എന്നെ അതിൽ നിന്ന് വിടുവിച്ചു. അതെല്ലാം അങ്ങനെ ആ വിടുതൽ നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെയെങ്കിലും ജയിലിലോ ആയി പോയേനെയും മക്കൾ എവിടെയെങ്കിലും അനാഥാലയത്തിലും ഒക്കെയായി പോയേനെ എന്ന് പിന്നീട് ഞാൻ ചിന്തിക്കുകയുണ്ടായി. അന്നെല്ലാം ദൈവത്തിൻ്റെ വലിയ കൃപ, വലിയ കരുണ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുവെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നീടുള്ള കാലഘട്ടങ്ങൾ അങ്ങനെ മാലയൊക്കെ വാങ്ങി ഞാൻ പോയി കുടിച്ച് തിരിച്ചു വരുന്ന വഴി
മാല തരുവാനായിട്ടൊക്കെ താമസിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്ന വഴി ഇന്ന് ഈ ഒരു മര്യാദ ഞാൻ പോകുമ്പോഴെല്ലാം പറയും, ഇന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് കരാർ ഷാപ്പിലേക്ക് പോകുന്നത്. തിരിച്ചു വന്ന വഴി ഞാൻ എന്ത് ചെയ്തു, അന്നൊക്കെ എനിക്ക് തോന്നി ഈ അലമാരിയിൽ കുറച്ച് നാളത്തേന് കഴുത്തിലൊന്നും മലയില്ല, ഈ അലമാരിയിലാണ് ഈ മാല സൂക്ഷിച്ചിരുന്നത്. ഈ അലമാരിയിൽ ഇനിയൊന്നും സൂക്ഷിക്കണ്ട എന്ന് പറഞ്ഞൊരു കൊടാലി എടുത്തു കൊണ്ടുവന്ന് ഒരു തേക്കിൻ്റെ അലമാരി വെട്ടി കഷ്ണമാക്കി, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പീസാക്കി കീറിക്കളഞ്ഞു. ആ അലമാരി മുഴുവനും വെട്ടിപ്പൊളിച്ച് നേരമെല്ലാം ജീവിത പങ്കാളി ഇറങ്ങി ഓടി. പിന്നീട് ഞാൻ വന്നു കഴിഞ്ഞ് എൻ്റെ അടുത്ത് നിൽക്കുകയില്ല. അതിന് മുമ്പ് തന്നെയാണെങ്കിലും മാറി മാറി നിൽക്കുമായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ അവസരം എനിക്ക് കിട്ടും. അപ്പം ആ അവസരം കിട്ടുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നീട് ഇങ്ങനെ മാറി മാറി നിന്ന് അങ്ങനെ പോകുന്ന കാലഘട്ടങ്ങൾ ഞാൻ ഈ അലമാരി വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞ് ഇപ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ ജീവിത പങ്കാളിയുടെ വീട്ടുകാർ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഒരു ചെറിയ വീടാണ്. വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പോൾ ഈ അലമാരിയൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അവർ ചോദിച്ചതല്ല, ഞാനുടനെ അവരോട് പറഞ്ഞു, അപ്പോഴപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് കിട്ടും. നിങ്ങൾ തന്ന അലമാരി മുഴുവനും കുത്തൽ പിടിച്ചതായിരുന്നു. അത് ചെതിൽ പിടിച്ച് കുത്തിപ്പോയി ആണ്ട കിടക്കുന്നു. ഞാനൊന്ന് പിടിച്ചപ്പോഴേ അതിങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ തടി തപ്പി. പക്ഷെങ്കിൽ എനിക്കെൻ്റെ അഭിമാനം അന്നേരം എനിക്ക് വലിയ അഭിമാനമായി തോന്നി. ഞാനുടനെ അവർ പോകുന്നതിന് മുമ്പ് തന്നെ താമരശ്ശേരി പോയി ഒരു അലമാരി വാങ്ങിയ, ആ അലമാരി ഇരുമ്പിൻ്റെ ഒരു അലമാരി വാങ്ങിയ, ഇത് കുത്താത്ത അലമാരിയാ, ഒരിക്കലും കുത്തുകയില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ആ അലമാരി അവരുടെ കാങ്കൽ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെയൊക്കെ ഒത്തിരി അഭിമാനവും ദുരഭിമാനവും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചാലും ആ ഉപദ്രവത്തിനൊന്നും പ്രതികാരമാകാതെ കൊണ്ട് എന്നെങ്കിലും എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ആ പൂർണ്ണമായ വിശ്വാസത്തിൽ എൻ്റെ ജീവിത പങ്കാളി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറമ്പിലൊക്കെ മണൽ വാരിയിട്ട് അതിന്മേൽ മുട്ടുമേൽ നിന്നുകൊണ്ട് കരങ്ങൾ വിരിച്ച് പിടിച്ച് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നുവെന്ന് പിന്നീടുള്ള ഞങ്ങളിൽ അയൽവക്കംകാരൊക്കെ എന്നോട് പറയുവാനായിട്ട് ഇടയായത്. അതെ, ആ പ്രാർത്ഥനയുടെ ഫലം ഞാൻ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ, അനേകം മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അനേകം മക്കളെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇങ്ങനെ കുടിക്കുന്ന എന്തിനാണ് കുഞ്ഞേട്ടാ എന്ന് വിളിച്ച് എന്നെ ദേവസച്ചേട്ടാന്ന് കുഞ്ഞേട്ടാന്ന് വിളിക്കും. കുഞ്ഞേട്ടാന്ന് വിളിക്കുമ്പോൾ ഞാൻ അവരെ പോയി തെറി പറയാതെ കിടന്നുറങ്ങുകയില്ല. നിനക്കെന്ത് കാര്യം, നിനക്കെൻ്റെ കാര്യത്തിൽ എന്ത് അവകാശം? ഞാൻ കുടിക്കും, ഞാൻ മരിക്കുന്നിടം വരെ കുടിക്കും. എൻ്റെ കുടി ദൈവത്തെ കൊണ്ടുപോലും മാറ്റുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ വലിയ വീരവാദം പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിൻ്റെ സ്വരമെടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അഹങ്കാരിയായിട്ട് ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷെങ്കിൽ ഈ കാലഘട്ടങ്ങളെല്ലാം പോയി തീർന്നു, അവസാനം എല്ലാം തീർന്നു. പിന്നീട് എനിക്കാകെ ഉണ്ടായിരുന്ന എൻ്റെ സമ്പത്തെല്ലാം തീർന്നു പോയപ്പോൾ പിന്നെ എനിക്ക് കുടിക്കാനായിട്ട് യാതൊരു വഴികളുമില്ല. ചോദിക്കുന്നവരൊക്കെ കുറച്ച് പൈസയൊക്കെ അരിയിലൊക്കെ കൊടുക്കാനുണ്ട്, പക്ഷെങ്കിൽ കൊടുക്കുമെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും അവരെ പൈസ തരാനൊക്കെ മടിച്ചു. പിന്നെ എനിക്ക് ആകെയുള്ളതൊരു കിടപ്പാടം 15 സെൻറ്റ് സ്ഥലം മാത്രം. ഈ 15 സെൻറ്റ് സ്ഥലം എൻ്റെ ജീവിത പങ്കാളിയുടെ പേരിലായിരുന്നു. ആധാരം ജീവിത പങ്കാളിയുടെ പേരിൽ എഴുതി വെച്ചു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയോട് പല പ്രാവശ്യം പറഞ്ഞു. ജീവിത പങ്കാളി പറഞ്ഞു, അതിന് മാത്രം ഞാൻ സമ്മതിക്കുകയില്ല. എനിക്കും മക്കൾക്കും അന്തി ഉറങ്ങണം, എനിക്കും മക്കൾക്കും വേറെ ഒരു ജീവിതമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവനും നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞു. അതുകൊണ്ട് ഇതിനെ ഞാൻ സമ്മതിക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ പല പഞ്ചായത്തുകാരെ കൊണ്ട് പറയിപ്പിച്ചു നോക്കി, ജീവിത പങ്കാളിയുടെ വീട്ടുകാരെ കൊണ്ടും മറ്റുമൊക്കെ പറയിപ്പിച്ചു നോക്കി. പക്ഷെങ്കിൽ അതിനൊന്നും ജീവിത പങ്കാളി സമ്മതിച്ചില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക്
എൻ്റെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു. ബുദ്ധി ഇങ്ങനെയാണ്: ജീവിത പങ്കാളിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. അപ്പോൾ ഈ സ്വർണമെല്ലാം പോയെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് മുക്കുപണ്ടങ്ങളൊക്കെ മേടിച്ച് അവളെ തൃപ്തിപ്പെടുത്തി വീട്ടിലേക്ക് പറഞ്ഞു വിടാം. അപ്പോൾ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്തൊരു 15 ദിവസം കഴിഞ്ഞ് നീ വന്നാൽ മതി. അങ്ങനെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ എനിക്ക് ഈ സ്ഥലം വയ്ക്കാം. അന്ന് ഇന്നത്തെ പോലെ സ്ഥലം വയ്ക്കണമെങ്കിൽ ആധാർ കാർഡോ ID മറ്റേ ഇതൊന്നും വേണ്ട. അന്ന് ഫോട്ടോ വേണ്ട, ഒന്നും വേണ്ട. ഒരാൾ കയറി ഞാൻ റോസമ്മയാണ് എന്ന് പറഞ്ഞ്, റോസമ്മയുടെ ഒപ്പാണിതെന്ന് പറഞ്ഞ് ഒരു ഒപ്പിട്ട് കൊടുത്താൽ കാര്യം നടന്നു. റോസമ്മയുടെ ഒപ്പൊക്കെ എനിക്ക് ഏതാണ്ട് അറിയാം. ഞാൻ വേറൊരാളിനെ ചാക്കിട്ട് പിടിച്ച് ആ ജീവിത പങ്കാളിയുടെ സ്ഥാനത്ത് അവരാക്കിക്കൊണ്ട് ഒപ്പുകളൊക്കെ പഠിപ്പിച്ച് അങ്ങനെയൊക്കെ വച്ചിരുന്നു. പക്ഷെങ്കിൽ അതിന് മുമ്പായിട്ട് തന്നെ ദൈവം അതിന് എന്നെ അനുവദിച്ചില്ല. അതിനു മുമ്പ് ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചിരുന്നു. എൻ്റെ ജീവിത പങ്കാളി നാട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞ് ഈ സ്ഥലം വിൽപ്പനയൊന്നും നടന്നില്ല. പക്ഷെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടങ്ങൾ എന്നെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ, എന്നാലും എൻ്റെ കുടി ഞാൻ നിർത്തിയിട്ടില്ലായിരുന്നു. ജീവിത പങ്കാളി വന്നിട്ട് പിന്നെയും കുറച്ച് കാലങ്ങളെ കുടിച്ചു. ഏതാണ്ട് ചാരായം നിർത്തുന്ന AK ആൻ്റണി ചാരായം നിർത്തിയ ആ കാലഘട്ടങ്ങൾ വരെ എൻ്റെ കുടി ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നിന്നപ്പോൾ വീട്ടുകാരെത്തി വന്നു കഴിഞ്ഞു. വീണ്ടും ഞാൻ വഴക്കും ഒക്കെയായി വീണ്ടും ഈ സ്ഥലം എഴുതണമെന്നൊക്കെ വീണ്ടും ഞാൻ പറയുന്നു. അങ്ങനെയായി വീണ്ടും എവിടുന്നെങ്കിലുമൊക്കെ കാശുണ്ടാക്കി മദ്യപാനത്തിന് വേണ്ടി പണം ചിലവാക്കും. കുറച്ചൊക്കെ സാധനമൊക്കെ വീട്ടിലോട്ട് മേടിച്ചിട്ട് വരും. വീട്ടിലോട്ട് സാധനം മേടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ സമ്മതിക്കുകയില്ല. അതാണ് എങ്ങനെയൊക്കെ അങ്ങനെ അത്രയും കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഒരു ദിവസം വൈകുന്നേരം വന്ന്, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു 5-8-10 കോഴിയെ പിടിച്ച് ഞാൻ കൂട്ടിൽ നിന്ന് പിടിച്ചു കൊന്നു. കൊന്നത് മറ്റൊന്നിനുമല്ലത്, തിന്നാനോ മറ്റൊന്നിനുമല്ല. കൊന്ന് ചുമ്മാ അങ്ങോട്ടിട്ടു. അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതിനെ കൊണ്ടുപോയി ഒരു വലിയ കുഴി കുത്തി ആ കുഴിക്കകത്ത് കുഴിച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ച് കാലങ്ങൾ കൂടെ അങ്ങനെ മുന്നോട്ട് പോയി. അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ കുടിച്ചിട്ട് പോയിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ എന്തു ചെയ്യും? മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ജീവിത പങ്കാളിയോടുള്ള ദേഷ്യമാണ് മനസ്സിൽ കിടക്കുന്ന മുഴുവനും. ഈ വെറുപ്പ് എന്ന് പറയുന്നത് സാത്താൻ കൊണ്ടുവരുന്നതാണെന്ന് പിന്നീടുള്ള എനിക്ക് ബോധ്യം വന്നത്. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഞാൻ ജീവിത പങ്കാളിയെ വേദനിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കടന്നുപോയിട്ട് ഈ ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് കടന്നുപോയി. ചിലപ്പോൾ ഇങ്ങനെ വീട്ടിലെ കുടുംബകാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അല്പം ഒരു ബോധമുള്ള സമയത്ത് പറയും. അപ്പോൾ അങ്ങനെ പറയുന്ന ആ സമയങ്ങളിൽ ഞാൻ പറയും, ഞാനിനി നാളെ കുടിക്കുകയില്ല. പക്ഷെ നാളെ കുടിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടിയായിരിക്കും ഞാൻ പിറ്റേ ദിവസം കുടിച്ചിട്ട് ചെല്ലുന്നത്. അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ വീട്ടുകാരത്തേക്ക് ഒരാടിനെ മേടിച്ച്, ഈ ആട് പിന്നീട് ജീവിക്കാനൊക്കെ ഈ പശുവിൻ്റെയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ ആട് പ്രസവിച്ച് കുറേ കുഞ്ഞുങ്ങളൊക്കെയായി, 5-8-10 കുഞ്ഞുങ്ങളൊക്കെയായി. ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിൽക്കുന്ന കാശൊക്കെ ഞാൻ എടുക്കും. ഇതെല്ലാം ആയിട്ട് ഒരു ദിവസം എന്തോ ഒരു കാര്യം പറഞ്ഞ് ഈ ഒരാടിൻ്റെ പൈസ ഏതാണ്ട് എന്തോ ഒരു അത്യാവശ്യത്തിന് വേണ്ടി ചോദിച്ചു. ആ ചോദിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അന്ന് നന്നായിട്ട് മദ്യപിച്ചിട്ട് അന്ന് ഞാൻ വന്ന വഴി ഏതാണ്ട് ഒരു 10 കിലോ ഉള്ള ഒരാടിനെ അതിൻ്റെ കാലയിൽ പിടിച്ച് ഒരൊറ്റ അടി പാറക്കിട്ട് ഈ ആട് അവിടെ പിടഞ്ഞ് അവിടെ തന്നെ ചത്തുപോയി. ഉടനെ ഞാൻ എന്ത് ചെയ്തു? ഈ ആടിനെയും ആരും തിന്നാൻ പാടില്ല, എനിക്കും തിന്നണ്ട, ഞാനും തിന്നുന്നില്ല. അപ്പോൾ അതിന് ഞാൻ വീട്ടിൽ കുറച്ച് മണ്ണെണ്ണ ഉണ്ടായിരുന്നു. നമുക്ക് മണ്ണെണ്ണ ധാരാളമായിട്ട് വീട്ടിലുണ്ടാകും, കാരണം കറണ്ടില്ലാത്ത കാലമാണ്. ഈ മണ്ണെണ്ണ എടുത്ത് കൊണ്ടുവന്ന് ഈ ആടിനെ വെട്ടിക്കണ്ടിച്ച് അതിൻ്റെ ശരീരം മുഴുവനും മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിട്ടു.
എന്നിട്ട് ഞാൻ വീണ്ടും കുടിക്കാനായിട്ട് പോയി. അപ്പം അങ്ങനെ വീണ്ടും അങ്ങനെ ചെരാൾ ഷാപ്പിലേക്ക് കടന്നുപോയി. അങ്ങനെ കടന്നുപോയി ഏതാണ്ട് പിന്നെയും ഒരു 5-6 മാസം കൂടെ അങ്ങനെ പോയി. ഈ 5-6 മാസങ്ങൾ കൂടെ ഈ ബ്ലേഡ് പലിശക്കാരനോടുള്ള കാശുമൊക്കെ വാങ്ങി അങ്ങനെ വീണ്ടും കുടി തുടങ്ങി. ആ കുടി അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് കയറി വന്ന്, അതായത് 1978 ഞാൻ ജൂലൈ 28-ാം തീയതി കുടിച്ച് എനിക്കന്ന് നല്ല ബോധമില്ലാത്ത രീതിയിൽ തന്നെ വീട്ടിലേക്ക് കയറി വന്നു. അന്നും ഈ പറഞ്ഞ പോലെ കൂട്ടിക്കിടന്ന കുറച്ച് കോഴിയെല്ലാം പിടിച്ച് കൊന്ന് ഞാൻ ജീവിത പങ്കാളിയായിട്ട് നന്നായിട്ട് വഴക്കൊക്കെ കൂടി ഞാനിതാ പോകുകയാണ്, ഇനി എന്നെ കാണുകയാണ്. അപ്പം അതിന് മുമ്പൊരു സംഭവം കൂടെ ഉണ്ട്. ഞാൻ സ്വയം മരിക്കണം എന്നുള്ള ചിന്ത എനിക്ക് കയറി. പണമൊന്നുമില്ല, സമ്പത്തെല്ലാം തീർന്നു, പണം തരുവാനും ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വീട്ടുകാരും നാട്ടുകാരും എല്ലാം എന്നെ കാണുമ്പോൾ തന്നെ മാറി നിൽക്കുന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ മരിക്കണമെന്നുള്ളൊരു ചിന്ത. മരിക്കാനായിട്ട് ഞാൻ കുറച്ച് മണ്ണെണ്ണ എടുത്തു. ചില ആൾക്കാർ പറയും പൂസാവും, ചാരായം മേടിക്കാനും കാശിലൊന്നുമില്ല, എന്നാൽ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, പൂസാകുകയാണെങ്കിൽ പൂസാകട്ടെ. അതിനുവേണ്ടി കുറച്ച് മണ്ണെണ്ണ എടുത്ത് സ്വന്തം കഴിക്കുകയും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ദിവസം ഈ കോഴിയെ പിടിച്ച് കൊന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. എങ്ങോട്ടാണെന്ന് ഒരു രക്ഷയില്ല. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒറ്റ തുണിയേ ഉള്ളൂ. മദ്യപാനികൾക്ക് ഒരു ഒറ്റ തുണിയേ ഉണ്ടാവുള്ളൂ. കാരണം തുണി മേടിക്കാനൊന്നും കാശ് കൊടുക്കില്ല. അതൊരു പക്ഷെ കീറിയതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത് മദ്യപാനി കീറത്തുണി കൊടുക്കുന്നു. ഞാൻ ഈ കീറത്തുണി കൊടുത്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് എൻ്റെ കയ്യിൽ വലിയ കാശൊന്നുമില്ല. ഞാൻ ഭരണജ്ഞാനത്തിന് പോകാമെന്ന്. ഭരണജ്ഞാനത്തിന് പോകുന്നതിന് ഇപ്പം ജൂലൈ 28-ാം തീയതി സാധാരണ ചില കൊല്ലങ്ങളൊക്കെ പോകും. പോയി ലേശം ബാറിലൊക്കെ കയറി ഡാണ്ടിയെ കുടിച്ച് തിരിച്ച് ഭരണജ്ഞാനത്തൊക്കെ വന്ന് ചുമ്മാ ഒരു രസത്തിന് വേണ്ടി അങ്ങനെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ രസമൊക്കെ ഇതിന് വേണ്ടി അങ്ങനെ പോയി ഭരണജ്ഞാനത്ത് പോകുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. പക്ഷേ ഞാൻ ഭരണജ്ഞാനത്തോട്ട് പോയില്ല. ഞാൻ മുരിങ്ങൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചെന്നു. അപ്പം അന്നൊരു ഞായറാഴ്ച ആയിരുന്നു തോന്നുന്നു. ഈ ഞായറാഴ്ച വെളുപ്പിന് ഞാൻ അവിടെ എത്തി. തിങ്കളാഴ്ച ഞാൻ അവിടെ എത്തുന്നു. അപ്പോൾ ഞാൻ അവിടെ ഗേറ്റ് പറഞ്ഞ് ഞാനിങ്ങനെ അന്നേരം എനിക്ക് കുറച്ചൊക്കെ ലഹരിയുണ്ട്. കൊറോണ പറഞ്ഞു. അവർ എന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ധ്യാനത്തിനായിട്ട് കടന്നു വന്നതാണ്. അപ്പം ഞാൻ അവിടെ ഒരു ധ്യാനം കൂടുവാനായിട്ട്, ആരാണ് എന്നെ കൊണ്ടുപോയതെന്നോ എങ്ങനെയാണ് കൊണ്ടുപോയതെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സർവശക്തനായ ദൈവം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രാർത്ഥന, മറ്റുള്ളവരുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും എന്നെ ആ ലെവലിലേക്ക് എത്തിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ഞാൻ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏതാണ്ട് ഒരാഴ്ച ഇരുന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയൊക്കെ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ പറയുന്നു, ഇനി ഇങ്ങോട്ട് വരാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് പറഞ്ഞു. ഇനി ഇങ്ങോട്ട് കടന്ന് വരാതിരുന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ അങ്ങനെ ഒരാഴ്ച ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ കൗൺസിലിങ്ങിന് പോയി. കൗൺസിലിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറയുന്നു, ദേവസച്ചേട്ടൻ ഒരാഴ്ച കൂടെ ധ്യാനം കൂടണം എന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഒരാഴ്ച കൂടെ ധ്യാനം കൂടണം ദൈവം ആവശ്യപ്പെടും. ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന് പറഞ്ഞു. പണമൊന്നും വേണ്ട. ഞാൻ ചെന്നപ്പോഴേ 20 രൂപയുടെ ഒരു ഷർട്ട് വാങ്ങി, ഒരു 2 രൂപയുടെ കണ്ടൊരു തോർത്ത് വാങ്ങി. ഈ ഷർട്ട് ഈ കൈ ഒരു 10 രൂപ 15 രൂപയും കണ്ടൊരു കൈലിയും വാങ്ങി. അങ്ങനെ ഈ ഷർട്ടും മുണ്ടും ഓരോ ദിവസം അലക്കിയിടും, കയ്യിൽ വൈകുന്നേരം കൊടുക്കും. അങ്ങനെയാണ് ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. അപ്പോൾ പണമൊന്നും വേണ്ട. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാനിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് രണ്ടാമത്തെ ധ്യാനത്തിൽ ഒരു വ്യാഴാഴ്ച ദിവസം അവിടെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്നിലൂടെ ഒരു മാറ്റം
എനിക്ക് സംഭവിക്കുന്നത് പ്രകാരമാണ്. ഒരു വലിയ മനുഷ്യൻ എൻ്റെ അനുഭവത്തിലൂടെ ഞാനിങ്ങനെ കണ്ണടച്ചിരുന്ന് ആരാധനയിലിരിക്കുമ്പോൾ ഈ മനുഷ്യന് എത്രയടി പൊക്കമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം പൊക്കമാണ്. ഏതാണ്ട് ഒരു 2 നില കെട്ടിടത്തിൻ്റെയൊക്കെ പൊക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ കൈ ഒരു വെള്ള ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഈ തടിയുണ്ട്. ഈ വെള്ള ഉടുപ്പിട്ട മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ കൈയുടെ നീളമെന്ന് പറഞ്ഞാൽ എന്തേരം ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രമാത്രം നീളമാണ്. അത്രയും നീളം കൈയുള്ള ഒരു മനുഷ്യൻ ഈ കൈ കൊണ്ടുവന്ന് എൻ്റെ തലയിലേക്ക് അങ്ങ് വെക്കുകയാണ്. വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിഭയങ്കരമായിട്ടുള്ളൊരു ഭാരം എൻ്റെ തലയിൽ ഒരു 10 കിലോയോ 20 കിലോയോ വന്ന് എൻ്റെ തലയിലിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. പക്ഷെങ്കിൽ അന്നേരത്തേനും എൻ്റെ ശരീരമൊക്കെ ഒന്ന് വിസർത്ത്. അപ്പോഴത്തേനും എനിക്കെൻ്റെ ശരീരത്തിന് എന്തോ വലിയ ഭാരങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. എൻ്റെ ശരീരം ഭാരമെല്ലാം വിട്ടുപോയിട്ട് ഞാനൊരു ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ, യാതൊരു കനവുമില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു ഈയലിനെ പോലെ, യഥാർത്ഥത്തിൽ ഒരു ഈയലിൻ്റെ ആ രൂപത്തിലേക്ക് ഞാൻ മാറി. ഞാൻ കസേരയിലേക്ക് ഇരുന്നെനിക്ക് ഒത്തിരിയേറെ കരയണമെന്ന് തോന്നി. അവളെ ഞാൻ ഒത്തിരിയേറെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് അന്നുണ്ടായിരുന്ന സന്തോഷം എത്രയുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല. അത്രമാത്രം സന്തോഷിച്ചൊരു അന്നാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്ന നിമിഷങ്ങൾ. അപ്പോൾ അനേകം മദ്യപാനികൾ രോഗശാന്തി നടത്തി. ആ രോഗശാന്തിയിൽ മദ്യപാനം മാറിപ്പോയതായിട്ട് അവിടെ പനക്കലച്ഛനായിരുന്നു തോന്നുന്നു. പനക്കലച്ഛനെ വിളിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ മദ്യപാനം എന്നിൽ നിന്നും പൂർണ്ണമായിട്ടും ദൈവം എടുത്തു മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കടന്നു വന്നപ്പോഴും ഇവർക്ക് ആ പേടി പോയിട്ടില്ല, ഭയം മാറിയിട്ടില്ല. ഇത് പഴയ ദേവസ്യായാണോ? ഞാൻ പറഞ്ഞത് പഴയ ദേവസ്യയല്ല. ഇത് ദൈവം എന്നെ തൊട്ടു, ദൈവം എന്നെ സ്പർശിച്ചു. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇപ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട. ഞാൻ വന്ന് പുഴ എന്ത് ചെയ്തു? ഞാൻ അവിടെ ഒരു വൈദികനോട് ചീത്ത പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓടി ചെന്ന് വൈദികൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. വീട്ടുകാരുടെയൊക്കെ കാല് പിടിച്ച് ക്ഷമ ചോദിച്ചു. എൻ്റെ അമ്മാവന്മാരെയൊക്കെ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മാവന്മാരോടൊക്കെ പോയി ക്ഷമ ചോദിച്ചു. അമ്മയോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ഞാൻ അന്ന് തെറി വിളിച്ചിട്ടുള്ളതും ഉപദ്രവിച്ചിട്ടുള്ളതുമായിട്ടുള്ള സകല മനുഷ്യരോടും ഞാൻ ക്ഷമ ചോദിച്ചു. അങ്ങനെ ഞാൻ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി ഓർത്തു, എനിക്ക് എൻ്റെ ഭർത്താവിനെ ദൈവം തിരിച്ചു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ കുറച്ചു കാലം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയൊക്കെ കടന്നുപോയി. വെള്ളിയാഴ്ച ദിവസങ്ങൾ ആരാധനയിൽ ഒരു ദിവസം പോലും മുടക്കാതെ വെള്ളിയാഴ്ച ദിവസങ്ങൾ ആരാധനയ്ക്കൊക്കെ പോകും. അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി. ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഞാൻ നവീകരണ രംഗത്തേക്ക് കടന്നു വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പെങ്ങള്, പശ്ചിമ ജർമ്മനിയിൽ ജോലിയുള്ളൊരു പെങ്ങളുണ്ടായിരുന്നു. ഈ പെങ്ങള് ആദ്യം എനിക്ക് മദ്യം കുടിക്കുവാനുമായിട്ട് പണം തരാത്തതിൻ്റെ പേരിൽ പെങ്ങളെ ഞാൻ വെറുത്തിരുന്നു. പെങ്ങളുടെ അടുത്തേക്ക് ഞാൻ കടന്നു പോവുമോ, പെങ്ങളുമായിട്ട് സംസാരിക്കുകയോ ഒന്നുമില്ലായിരുന്നു. ഏതാണ്ട് 10, 15, 20 വർഷക്കാലം അങ്ങനെ പെങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കഴിഞ്ഞുപോയി. പക്ഷെങ്കിൽ ഞാൻ നവീകരണ രംഗത്തേക്ക് കടന്നു വന്നു. ഞാൻ എൻ്റെ മദ്യപാനം നിർത്തിയെന്ന് പെങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പെങ്ങളിലൂടെ ദൈവം എനിക്ക് പോയ സമ്പത്തുകളെല്ലാം നേടിത്തരികയാണ് ഉണ്ടായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതെ, ആദ്യം പോയ സമ്പത്ത് അല്ല, അതിൽ കൂടുതലായിട്ടുള്ള സമ്പത്ത് എനിക്ക് തരുവാനായിട്ടിടയായി. പക്ഷെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്തു, കുറേ സ്ഥലം വാങ്ങിയിട്ടിട്ട് നീ ഇത് എൻ്റെ പേരിൽ കിടക്കട്ടെ, ഇപ്പോൾ നിനക്ക് ഞാൻ തരുന്നില്ല. ആധാരം തന്നിട്ടുണ്ടെങ്കിൽ നീ പഴയതുപോലെ നീ വിറ്റ് തീർക്കും. അതുകൊണ്ട് ആധാരം എനിക്ക് തന്നിട്ടില്ല. ആധാരം തരാതെ കൊണ്ട് സമ്പത്ത് പെങ്ങളുടെ പേരിൽ തന്നെ കിടന്നു. ആധാരമൊക്കെ ഈ അടുത്ത കാലത്താണ് എഴുതി തന്നത് എനിക്ക്. ഏതായാലും ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. എനിക്ക് എൻ്റെ മക്കൾ ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന പോലെ വായിക്കാതെയും പഠിക്കാതെയും ഞാൻ പുസ്തകമൊക്കെ ചുട്ടുകളയുകയൊക്കെ ചെയ്തെങ്കിൽ പോലും വായിക്കുകയും പഠിക്കാൻ ഞാൻ അനുവാദം കൊടുക്കാതെ ഇരിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും എൻ്റെ മക്കളെല്ലാം തന്നെ 3 മക്കളുണ്ട്. ആ 3 മക്കളും ഇന്ന് നല്ല നിലയിൽ തന്നെ ജീവിക്കുന്നു. ഒരു മകൻ്റെ ഭാര്യയും മകനും സൗദിയിലാണ്. ഒരു മകന് ഇവിടെയുണ്ട്. അവനൊരു ഓട്ടോമൊബൈൽ കടയും ഒക്കെയുണ്ട്. ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒക്കെ ആയിട്ട് അവൻ ജോലി ചെയ്ത് ജീവിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ ജീവിത പങ്കാളി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു മകളുണ്ട്. ആ മകള് ഇന്ന് ഒമാനിലാണ്. ഒമാനിലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. അവളുടെ ജീവിത പങ്കാളിയും അവിടെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ കുടുംബം ഇന്ന് സന്തോഷപരമായിട്ട് ജീവിച്ചു പോകുന്നു. എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അനുഭവിച്ചിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്ന് ഞാൻ അത് എത്ര ഉണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഇന്ന് ഞാൻ അനേകം മക്കളെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അടങ്ങിയിരിക്കുന്നില്ല. എനിക്ക് കിട്ടിയിരിക്കുന്ന ടാലൻറ്റ് അത് ഞാൻ വർദ്ധിപ്പിക്കുന്നു. ആ ടാലൻറ്റ് ഞാൻ കുഴിച്ചിട്ടുന്നില്ല. ആ ടാലൻറ്റിനെ ഞാൻ വർദ്ധിപ്പിച്ചുകൊണ്ടിന്ന് പോകുന്നു. ദൈവം എനിക്ക് തന്ന ടാലൻറ്റ് തീർച്ചയായിട്ടും ഞാനിന്ന് അനേകം മദ്യപാനികളെ ഇതിനോട് ഇടകൊണ്ട് ഞാൻ ഈ 20 വർഷക്കാലമായി ഞാൻ എൻ്റെ മദ്യം നിർത്തിയിട്ട് 20 വർഷക്കാലം കൊണ്ട് അനേകം മദ്യപാനികളെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുകയും പല ധ്യാന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ധ്യാനം കുടിക്കുകയും അതുപോലെ തന്നെ ചികിത്സാലയങ്ങളിലേക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുകയും അതുപോലെ തന്നെ കൗൺസിലിങ് വേണ്ടവർക്ക് കൗൺസിലിങ് തന്നെ ചികിത്സയിലേക്കെല്ലാം പോയിക്കൊണ്ടും അങ്ങനെ പല സ്ഥലങ്ങളിലും പല വ്യക്തികളെ കൂട്ടിക്കൊണ്ടു പോവുകയും അനേകം മദ്യപാനികൾക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ തെരുവിലൂടെ ഒത്തിരി വചനം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. വചനം പ്രസംഗിക്കുന്ന തെരുവിലാണ്. തെരുവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനകേന്ദ്രങ്ങൾ തെരുവിൽ വചനം പ്രസംഗിച്ചു കഴിയുമ്പോൾ ധ്യാനകേന്ദ്രങ്ങളിൽ വളരെ കുറഞ്ഞ വ്യക്തികൾ മാത്രമേ വിജാതിരായിട്ടുള്ള വ്യക്തികളൊക്കെ കടന്നു വരുന്നുള്ളൂ. അതുകൊണ്ട് തെരുവിലൂടെ വചനം പറയുകയാണ്. ഇന്ന് എൻ്റെ പ്രത്യേകമായിട്ടുള്ള ജോലികൾ ഏതാണ്ട് 500ഓളം സ്ഥലത്ത് ഇന്ന് ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ 500ഓളം ബസ് സ്റ്റാൻഡുകളിലും തെരുവുകളിൽ കണ്ണൂരും വയനാടും കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലുമായി പല സ്ഥലങ്ങളിലും ഇന്ന് തെരുവിലൂടെ വചനം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുന്നു. എൻ്റെ ഗുരുനാഥൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഔസേപ്പച്ചനാണ്. ഔസേപ്പച്ചൻ ചെറുനിലം, അതുപോലെ രാജു, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് എൻ്റെ ഗുരുക്കന്മാർ. എനിക്ക് മൈക്കെടുക്കുവാനോ കരെടുക്കുവാനോ ഒന്നും ആദ്യം അറിയത്തില്ലായിരുന്നു. 10 മിനിറ്റ് സംസാരിക്കും. ആ 10 മിനിറ്റ് എന്ന് പറയുന്നതിന് ഏതാണ്ട് 1 മണിക്കൂറും 1.5 മണിക്കൂറും ഒക്കെ ദൈവത്തിൻ്റെ വചനം തെരുവിൽ പങ്കുവെക്കുവാൻ എന്നെക്കൊണ്ടിന്ന് ദൈവം എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. ദൈവം അതിനിടവരുത്തിയിട്ടുണ്ട്. ഇനിയും ഞാൻ എൻ്റെ മരണം വരെ ഈ ഈശോയ്ക്ക് വേണ്ടി വില ചെയ്യാനും അനേകം ആത്മാക്കളെ നേടുവാനും അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടുവാനായിട്ടുള്ള വലിയ ഒരു ദൗത്യവുമായി ഇനി എൻ്റെ മരണം വരെ തീർച്ചയായിട്ടും ഈശോയ്ക്ക് വേണ്ടി വില ചെയ്യാനാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. വീണ്ടും ഞാൻ പറയട്ടെ, ഒത്തിരിയേറെ സഹനങ്ങളിലൊക്കെ ഇപ്പോഴുമുണ്ട്. ഈ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി വില ചെയ്യുന്നയാളല്ലേ, എന്തിനാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ നഷ്ടപ്പെട്ട് കളഞ്ഞത്? ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇനി എനിക്കെങ്ങനെ ഞാൻ വചനം പ്രസംഗിക്കും? ഇനി ഞാൻ എങ്ങനെ നടക്കും? ഇനി ഞാൻ എങ്ങനെ നിൽക്കും? പക്ഷെങ്കിൽ ദൈവം എനിക്ക് അനേകം സഹായികളെ അയച്ചിരിക്കുന്നു. എനിക്ക് അങ്ങോട്ട് പോകണമെങ്കിലും എനിക്ക് സഹായിയായിട്ട് തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ട്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ നമുക്കല്പം സഹനവും കുരിശും വേദനയിലുമൊക്കെ തരുമ്പോഴാണ് നാം യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തുന്നത്. അത് പറയാനുള്ള കാരണം, എനിക്ക് കണ്ണുണ്ടായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അന്ന് ഞാൻ കുദാശ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് ജീവിച്ചു. അന്ന് പള്ളിയില്ല, എനിക്കൊന്നും വേണ്ട, എനിക്ക് മദ്യം മാത്രം മതി, മദ്യമാണ് എൻ്റെ ദൈവം എന്ന പ്രവണതയോടെ കടന്നുപോയ
ആ കാലഘട്ടങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ കാണുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ വേല ചെയ്യുന്നുണ്ട്. ദൈവത്തോട് കണ്ണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിൻ്റെ വലത്തുകരം ഞാൻ പിടിച്ചിട്ടുണ്ട് എന്നാണ് തമ്പുരാൻ എന്നോട് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. എൻ്റെ നിലനിൽപ്പിൻ്റെ വരത്തിന് വേണ്ടി നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കണം എന്ന് എനിക്ക് മാത്രം പറയാനുള്ള എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റോസമ്മ ചേച്ചി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? റോസമ്മ ചേച്ചി ഓർക്കുകയാണ്, വർഷങ്ങളോളം, നീണ്ട വർഷങ്ങളോളം കർത്താവിൻ്റെ നാമത്തെ പ്രതി ദൈവം നൽകിയ ജീവിത പങ്കാളിയെ ഹൃദയം നിറഞ്ഞ് ശപിക്കാതെ സ്നേഹിച്ച് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങളെ കേട്ടു, അലമാരി പോലും കൊത്തി പൊളിച്ച് അത്രമാത്രം മൃഗീയമായ ഒരു പൈശാചിക അവസ്ഥയിലൂടെ മദ്യപാനത്തിലൂടെ കടന്നുപോയ ഈ വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഈ റോസമ്മ ചേച്ചി ഇന്ന് ലോകത്ത് ഒരുപാട് വ്യക്തികൾക്ക് ദേവസ്യ ചേട്ടനേക്കാളും വലിയ സാക്ഷ്യം നൽകുന്നു എന്ന് എനിക്ക് തോന്നിയാണ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കരങ്ങളടിച്ച് ആ അമ്മച്ചിയെ ഓർത്ത് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ദേവസ്യ ചേട്ടൻ അദ്ദേഹത്തിന് കണ്ണ് ഒട്ടും തന്നെ കാണാൻ പറ്റുന്നില്ല. പരസഹായം കൂടാതെ അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല. എങ്കിലും ഈശോയുടെ വചനം പറയുവാൻ തെരുവോരങ്ങളിൽ അദ്ദേഹം ഈ നാളുകളിൽ കർത്താവിൻ്റെ വേലയും കർത്താവിൻ്റെ വചനം പറയുവാൻ വേണ്ടി മദ്യം ഒരു ലഹരിയായിരുന്നുവെങ്കിൽ ദൈവവചനം കൊടുക്കുക, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ലഹരി അദ്ദേഹത്തെ പിടിച്ചു. അദ്ദേഹത്തെ ദൈവം ശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ ഒരു ചില ആരംഭ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയാണ്, ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യും പിശാച് തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ. സ്നേഹമുള്ളവരെ, ഈ സാക്ഷ്യം കേരളത്തിലും അകത്തും പുറത്തുമുള്ള ധാരാളം ദൈവമക്കൾക്ക്, കുടുംബിനികൾക്ക് ഒരു അനുഗ്രഹമായി തളർന്നു പോകാതെ പ്രാർത്ഥിക്കുവാനുള്ള ബലം നൽകുമെന്ന് നമുക്ക് കർത്താവിൽ പ്രത്യാശിക്കാം. ഒരു നിമിഷം ഈ കുടുംബത്തെ ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഒന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ലോകം മുഴുവൻ എല്ലാ മദ്യപാനികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദേവസ്വങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും എല്ലാം അവിടുന്ന് മടക്കി നൽകിയല്ലോ. കിറത്തുണി കൊടുക്കേണ്ട അവസ്ഥ വന്നുവെങ്കിൽ പോലും എല്ലാം സമൃദ്ധമായി അദ്ദേഹത്തിന് കൂട്ടിച്ചേർന്ന് നൽകിയല്ലോ. ഇന്ന് അദ്ദേഹം കടന്നു വന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം കാറിലാണ്. പ്രിയപ്പെട്ടവർ, അത്രമാത്രം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഭവനം നൽകി, സന്തോഷം നൽകി, ആനന്ദം നൽകി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.